ദൈവനാമം എന്നും മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവജനമേ, ഏകദേശം 10 കൊല്ലങ്ങൾക്ക് മുൻപുള്ള മനോരമ ദിനപത്രം ഒരു വലിയ തലക്കെട്ടോടുകൂടെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. സ്നേഹം വറ്റി വരണ്ട തൃശ്ശൂർ നഗരം എന്നതായിരുന്നു ആ വാർത്തയുടെ തലക്കെട്ട്. ഇങ്ങനെ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കാനുണ്ടായ കാരണം ഇതായിരുന്നു. തൃശ്ശൂരിൻ്റെ പ്രദക്ഷിണ വഴിയിൽ ഇപ്പോഴത്തെ പാലിയേറ്റീവ് കെയർ ആശുപത്രിയുടെ മുൻഭാഗത്തായി ഒരു വയോവൃദ്ധനായ മനുഷ്യൻ തളർന്ന് വീണ് മരിക്കുവാൻ ഇടയായി. ആ സീനിയർ സിറ്റിസന് ഒരു നോക്ക് കാണുവാൻ പോലും ശ്രമിക്കാതെ പൊതുജനങ്ങളും വാഹനവ്യൂഹങ്ങളും ഒഴുകി കടന്നുപോയി. പ്രദക്ഷിണ വഴി ജനബാഹുല്യം കൊണ്ടും വാഹനത്തിരക്കുകൊണ്ടും ശ്വാസം മുട്ടിക്കുന്ന പെരുവഴിയാണ്. ആ വീണ് കിടക്കുന്ന മനുഷ്യന് ഒരു ഇറ്റ് വെള്ളം കൊടുക്കുവാനോ 100 വാര അകലെയുള്ള ആശുപത്രിയിൽ എത്തിക്കുവാനോ ആരും തുനിഞ്ഞതില്ല. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ആ മനുഷ്യൻ പ്രാണൻ തല്ലി പിടഞ്ഞ് ജീവൻ വെടിയേണ്ടതായിട്ട് വന്നു. ഇതുപോലെ തൊട്ടടുത്ത കാലത്തും മറ്റൊരു സംഭവം കൂടെ ഉണ്ടായി. അത് കിഴക്കേക്കോട്ട ജംഗ്ഷനും ലൂർദ് പള്ളിക്ക് ഇടയിലുമുള്ള മെയിൻ റോഡിൽ ആയിരുന്നു. ഈ റോഡും ഇടമുറിയാതെ ജനപ്രവാഹവും വാഹനത്തിരക്കവും ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. എന്നിട്ട് പോലും ഒരു മനുഷ്യൻ വാഹന അപകടത്തിൽപ്പെട്ട് ജീവൻ പൊലിഞ്ഞു. ആ മനുഷ്യൻ്റെ മൃതദേഹവും അനാഥമായി ദീർഘനേരം വഴിയിൽ കിടന്നു. ഇതുപോലുള്ള സംഭവങ്ങൾ സാക്ഷര കേരളത്തിൽ അപൂർവങ്ങളല്ല, നിത്യ സംഭവങ്ങളാണ്. ഇത്തരം മരണങ്ങൾക്കും വാർത്താ പ്രാധാന്യം പോലും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ച് കടന്നു പോകുന്നത്. റോഡ് അപകടങ്ങളിൽ സംരക്ഷണം നൽകുവാനും രക്ഷാപ്രവർത്തനങ്ങൾ ഒരുക്കുവാനും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന പൗരസമിതികൾ ഉണ്ടായിട്ടും ആരാലും ഗൗനിക്കപ്പെടാത്ത അപകട മരണങ്ങളും നിത്യ സംഭവങ്ങളാണ്. ഇത്തരം സംഭവങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ഉപമ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കണ്ടെത്തുവാനായിട്ട് കഴിയുന്നതാണ്. ഒരു നല്ല ശമര്യക്കാരൻ എന്ന ശീർഷകത്തിലാണ് വേദപുസ്തകത്തിൽ അത് നമുക്ക് കാണുവാനാകുക. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യം മുതൽ 37 വരെയാണ് ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഉപമയുടെ വേദഭാഗ പശ്ചാത്തലം കൂടെ പരിശോധിച്ചാൽ ആ ഉപമയുടെ ചിത്രവും ചരിത്രവും കാര്യകാരണ സഹിതം മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. പഠനാർഹമായ ചിന്തകൾ ഉരുത്തിരിയുന്നതിനും സ്ഥലകാല സന്ദർഭങ്ങൾ കണ്ടെത്തുവാനും തൊട്ടു മുൻപുള്ള 25-ാം വാക്യം മുതൽ പരിശോധിക്കേണ്ടതായിട്ട് വരും. നിത്യജീവൻ പ്രാപിക്കുന്നത് എങ്ങനെ എന്നാണ് ആ ഖണ്ഡികയ്ക്ക് നൽകിയ തലക്കുറി. ഒരു ന്യായശാസ്ത്രിയും യേശുവും തമ്മിലുള്ള മുഖാമുഖ അഭിമുഖമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശുവിനെ ഗുരു എന്ന് സംബോധന ചെയ്യുന്ന ന്യായശാസ്ത്രി നിത്യജീവനെ അവകാശമാക്കി തീർക്കുവാനായിട്ട് എന്ത് ചെയ്യണം എന്ന
രക്ഷാമാർഗം അന്വേഷിക്കുകയാണ് അദ്ദേഹം. യഹൂദൻ്റെ ന്യായപ്രമാണത്തിൽ അഗാധ പാണ്ഡിത്യവും ഉള്ളവനാണ് ന്യായശാസ്ത്രി. ഈ ന്യായശാസ്ത്രി തൻ്റെ അറിവില്ലായ്മയിൽ നിന്നല്ല, പിന്നെയോ അവൻ്റെ അഹന്തയിൽ നിന്നും ഉത്ഭവിച്ച ഒരു കുരുക്ക് ചോദ്യം ആയിരുന്നു അത്. കർത്താവായ യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കുക, പരിഹസിക്കുക എന്നതായിരുന്നു അവൻ്റെ ലക്ഷ്യം. ഒരു സാധാ മതാധ്യാപകൻ മാത്രമായിട്ടാണ് യേശുവിന് ന്യായശാസ്ത്രി അവിടെ കാണുന്നത്. അതുകൊണ്ട് ഈ ചോദ്യത്തിന് കൃത്യവും ശരിയുമായ ഉത്തരം യേശുവിന് പറയാൻ കഴിയില്ല എന്നായിരുന്നു ന്യായശാസ്ത്രിയുടെ വിചാരം. യേശുവിൻ്റെ പാഠ്യപദ്ധതി ന്യായശാസ്ത്രിയുടേത് പോലെ ആയിരുന്നില്ല. ചോദ്യകർത്താവിനെ കൊണ്ട് തന്നെ, പഠിതാവിനെ കൊണ്ട് തന്നെ ഉത്തരം പറയിക്കുന്ന ടീച്ചിങ് മെത്തേഡ് ആണ് യേശു അവിടെ പ്രായോഗികമാക്കിയത്. അതിനാൽ യേശു തിരിച്ച് ഒരു ചോദ്യം ന്യായശാസ്ത്രിയോട് തൊടുത്തുവിട്ടു. ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എങ്ങനെ അതിനെ വായിക്കുന്നു? അതിൽ നിന്നും നീ എന്ത് പഠിക്കുന്നു? ഇത്യാദി ചോദ്യങ്ങളുടെ ഒരു മാലപ്പടക്കത്തിനാണ് യേശു അവിടെ തിരി കൊളുത്തി കാണുന്നത്. ന്യായശാസ്ത്രി ന്യായപ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ കൃത്യമായി ഉത്തരം പറഞ്ഞു. ദൈവത്തെ പൂർണ്ണതയോടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നും ദൈവകൽപ്പന വള്ളി പുള്ളി വിടാതെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ പരിജ്ഞാനം അവിടെ തെളിയിക്കുകയുണ്ടായി. ന്യായശാസ്ത്രി പറഞ്ഞ ഉത്തരം ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതോടൊപ്പം നീയും പോയി അങ്ങനെ ചെയ്താൽ മതിയെന്നും എന്നാൽ നീ ജീവിക്കുമെന്നും കർത്താവ് അവനെ ഓർമ്മിപ്പിച്ചു. അവൻ തന്നെ നീതീകരിക്കുവാൻ ഇച്ഛിച്ചിട്ട് ന്യായശാസ്ത്രി ഒരു മറുചോദ്യം കൂടെ യേശുവിനോട് ഉന്നയിക്കുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരൻ ആരാണ്? ഇതായിരുന്നു ന്യായശാസ്ത്രിയുടെ യേശുവിനോടുള്ള മറുചോദ്യം. വിദ്യാബഹുത്വത്താൽ ന്യായശാസ്ത്രി ഒന്നും അറിയാത്ത ഒരു ബിഗ് സീറോ ആയതുപോലെയാണ് അവിടെ നമുക്ക് അദ്ദേഹത്തെ കാണുവാൻ കഴിയുന്നത്. വിദ്യ കൂടുന്തോറും അഹന്ത വർദ്ധിക്കുകയും തിമിരം ബാധിക്കുകയും കാഴ്ചയും അറിവും നഷ്ടപ്പെട്ട പോലെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ന്യായശാസ്ത്രി എത്തി നിൽക്കുന്നത്. ഈ അഹന്ത നിമിത്തം മനുഷ്യൻ നനയ്ക്കുന്നതും അവൻ ചോദിക്കുന്നതും പൊട്ടത്തരങ്ങളായി മാറുന്ന ഒരു കാഴ്ചയും കൂടെ ഇവിടെ ദർശിക്കാനാകും. ന്യായശാസ്ത്രിയിലൂടെ ഇതാണ് നമുക്ക് പ്രകടമാകുന്നത്. മനുഷ്യന് അറിയാത്ത കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. നാം ഇന്ന് നമ്മുടെ തറവാട്ടിലെ അംഗങ്ങളെപ്പോലും അറിയാത്തവരാണ്. ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ ഒരു ചുമരിന് അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്നവനെ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ നാട്ടിലോ ഗ്രാമത്തിലോ റെസിഡൻസ് അസോസിയേഷനിലോ താമസിക്കുന്നവരെ നമുക്ക് ഒരിക്കലും പരിചയമുണ്ടാകണമെന്നില്ല. അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്നവരെ
അറിയണമെന്ന് ഉണ്ടെങ്കിൽ വാട്സാപ്പ് കൂട്ടായ്മകൾ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ തറവാട്ട് കൂട്ടായ്മ, പള്ളിക്കൂട്ടായ്മ, റെസിഡൻസ് അസോസിയേഷൻ കൂട്ടായ്മ എന്നിങ്ങനെയുള്ള ഡയറക്ടറികൾ പരിശോധിച്ചാൽ മാത്രമേ പലരെയും നമുക്ക് അറിയുവാൻ കഴിയുള്ളൂ. ഇന്ന് ആർക്കും ആരെയെങ്കിലും അറിയുവാനോ പരിചയപ്പെടുവാനോ ആഗ്രഹമില്ല, താല്പര്യവുമില്ല. മനുഷ്യനിന്ന് ഒറ്റപ്പെട്ട തുരുത്തുകളെ പോലെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പണ്ടൊരു ഇടവകയിലായിരുന്നപ്പോൾ ദൈവജനത്തെ കണ്ട് പരിചയപ്പെടുവാൻ ഭവന സന്ദർശനത്തിന് ഇറങ്ങി. ആരും വഴി കാണിക്കാൻ ഇല്ലായിരുന്നു. ഇടവക ഡയറക്ടറി മാത്രമാണ് എൻ്റെ ആശ്രയം. ഒരു വീട് കണ്ടെത്തിയാൽ പിന്നെ അടുത്തുള്ള വീടുകൾ കണ്ടെത്തുവാൻ എളുപ്പമാണ്. ഞാനൊരു നിർണയം വെച്ചുകൊണ്ട് ഇറങ്ങി. അന്വേഷിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലാണ് ഞാൻ എത്തിപ്പെട്ടത്. അവരോട് അന്വേഷിച്ചപ്പോൾ അവർ എന്നെ മറ്റൊരു ദിശയിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ അവർ പറഞ്ഞ ദിശയിലേക്ക് പോയി. ഒരു എത്തും പിടിയും ഇല്ലാതെ തുടങ്ങിയിടത്ത് തന്നെ വന്ന് നിന്നപ്പോൾ തേടിയ വള്ളി കാലിൽ ചുറ്റിയതുപോലെ ദാ കാണുന്നു ആ തേടിയ ഭവനം. അതിൻ്റെ പേരാണ് ശോഭാനിലയം. ആ ശോഭാനിലയം കണ്ടെത്തി ഞാൻ അവരെ പരിചയപ്പെട്ടു. ആ വീട്ടുകാരി ഒരു ടീച്ചറായിരുന്നു. എന്നിട്ട് കൂടി തൊട്ടടുത്ത വീട്ടുകാർക്ക് അവരെ അറിയാൻ കഴിഞ്ഞില്ല. ഇതാണ് നമ്മുടെ ഇന്നിൻ്റെ അവസ്ഥ. ഞാൻ പറയും, അറിവും വിവരവും കൂടുമ്പോൾ, പണവും പ്രതാപവും ഏറുമ്പോൾ നമ്മുടെ അയൽവാസികളെ പോലും നമ്മുടെ കൂട്ടുകാരെ പോലും അറിയാത്തവരായിത്തീരുന്നു. നാം നമ്മിലേക്ക് മാത്രമായി ചുരുങ്ങുന്ന ഒരു അവസ്ഥ, അത് എത്ര ദയനീയവും ഭയാനകവുമാണ്. ഒരു ന്യായശാസ്ത്രിയാണ് യേശുവിനോട് ചോദിക്കുന്നത്, എൻ്റെ കൂട്ടുകാരൻ ആരെന്ന്. ഒരു ദേശം മുഴുവൻ, ഒരു ഗ്രാമം മുഴുവൻ, ഒരു സഭാ കൂട്ടായ്മ മുഴുവൻ അറിയേണ്ടുന്ന വ്യക്തിയാണ് ന്യായശാസ്ത്രി. ന്യായപ്രമാണം വള്ളി പുള്ളി തെറ്റാതെ അതിലെ അക്ഷരങ്ങളെയും വാക്കുകളെയും വാക്യങ്ങളെയും എല്ലാം വ്യാഖ്യാനിക്കുന്ന ഒരുവനാണ് ന്യായശാസ്ത്രി. അദ്ദേഹത്തിൻ്റെ മതാന്ധതയാൽ കൂട്ടുകാരനെ അറിയാതെ ഇപ്പോൾ തപ്പി നടക്കുകയാണ്. ഈ അവസ്ഥയിലാണ് യേശു ന്യായശാസ്ത്രിയുടെ കണ്ണ് തുറപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. യേശുവിൻ്റെ സാന്നിധ്യം അവനെ കാഴ്ചയേകുന്ന സാന്നിധ്യമാണ്. ന്യായശാസ്ത്രിയുടെ കണ്ണുകൾ തുറന്ന് കൂട്ടുകാരനെ കണി കാണുവാനുള്ള അവസരം ഒരുക്കിയത് ഒരു ഉപമയിലൂടെ, അല്ലെങ്കിൽ ഒരു ഉപമയുടെ അകമ്പടിയോടെയാണ്. കൂട്ടുകാരനെ ന്യായശാസ്ത്രി കൺകുളർക്കെ നോക്കിക്കണ്ടു. യേശു പറഞ്ഞ ഒരു ഉപമയിലൂടെയാണ് നാം ഇനി സഞ്ചരിക്കുവാനായിട്ട് പോകുന്നത്. യേശു നല്ല ഒരു പ്ലോട്ട് തയ്യാറാക്കി നല്ല ശമര്യക്കാരൻ്റെ ഉപമ അവന് പറഞ്ഞു കൊടുത്തു.